വയനാട്ടിൽ മണ്ണിടിച്ചിൽ വാപ്പ പോയി, ഉമ്മ പോയി, അയൽവാസികൾ പോയി, പെങ്ങന്മാര് പോയി, ഒറ്റക്കായ ഒരു മൂല്യര് സംസാരിക്കണ വോയിസ് ഞാൻ കേട്ടു. എന്താ, എല്ലാം റബ്ബിന്റെ തീരുമാനല്ലേ, നമുക്ക് തൃപ്തിപ്പെടാനല്ലാതെ ഒരു മാർഗമില്ല. അതാണ് ഈമാൻ. അതാണ് ഈമാൻ. ഹയ്യ അവനാണ്, ഖയ്യൂം അവനാണ്, മുഹീ അവനാണ്, മുമീത്ത് അവനാണ്, സൃഷ്ടാവ് അവനാണ്, സംഹരിക്കുന്നവനും അവനാണ്. നമ്മൾ അവന്റെ മുമ്പിൽ അവന്റെ സൃഷ്ടി പാത്രങ്ങളും പ്രതിഭാസങ്ങളും മാത്രമാണ്. അവൻ ഉദ്ദേശിച്ചതുപോലെ അവൻ ഉദ്ദേശിച്ചതൊക്കെ അവൻ ചെയ്യും. പ്രാർത്ഥിക്കാനും പ്രവർത്തിക്കാനും മാത്രമേ നമുക്ക് സൗകര്യമുള്ളൂ, സ്വാതന്ത്ര്യവുമുള്ളൂ. ഈ പോസ്റ്റിൽ നിന്നാൽ ഓരോ രംഗവും, ഓരോ മുസീബത്തും, ഓരോ പ്രകമ്പനവും, ഓരോ ഉരുൾപൊട്ടലും, ഓരോ സുനാമിയും, ഓരോ കൊടുങ്കാറ്റും, ഓരോ ഇടിമിന്നലും നമ്മുടെ ഈമാനിന്റെ മൂർച്ച ഊക്ക് കൂടി ആക്കം കൂടി ശക്തമായി നമ്മുടെ ഹൃദയം ഇങ്ങനെ പ്രകാശം കൊണ്ട് തുള്ളും. അല്ലെങ്കിലോ ഇതിലൊക്കെ അള്ളാഹുവിനെ കുറിച്ച് യുക്തിവാദികളുടെ സംശയിപ്പൽ കേട്ടുകൊണ്ട് ഉള്ളിന്റെ ഉള്ളിൽ പെറുപെറുത്തിട്ടെങ്കിലും പരാതി വന്നാൽ ഈമാൻ തകരുകയും ചെയ്യും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മാ അസാബ മിൻ മുസീബത്തിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്. എവിടെ എന്ത് പരീക്ഷണങ്ങളും പ്രശ്നങ്ങളും പ്രകമ്പനങ്ങളും ഉരുൾപൊട്ടലും മേഘസ്ഫോടനവും ആളുകൾ മരിക്കലും കൂട്ടത്തോടെ താവലും മഹല്ല് മൊത്തം പോവലും പഞ്ചായത്ത് കുലുങ്ങലും ജില്ല അസ്തമിക്കലും ആളുകളുടെ വിലവിളിയും ഉണ്ടെങ്കിലും അതെല്ലാം റബ്ബിന്റെ തീരുമാനവും നടപ്പിലാക്കലുമാണ്. ഇത് ഈ നിലയിൽ കണ്ടുകൊണ്ട് ഖൈറും ശർറും അല്ലാഹുവിങ്കിൽ നിന്നാണെന്ന് ആരെങ്കിലും ദൃഢരൂഢമൂലമായി വിശ്വസിച്ചു കഴിഞ്ഞാൽ യഹ്ദി ഖൽബ, അവന്റെ ഹൃദയത്തിൽ ഈമാനിന്റെ പ്രസരിപ്പ് കൊണ്ട് പ്രകാശമാകുന്നതാണ്. ഈ സമയത്ത് കേൾപ്പിക്കേണ്ട ആയത്ത് ഞങ്ങളെ കേൾപ്പിക്കണം. ഇങ്ങനെ വായിച്ചു കണ്ട് എന്താ അള്ളാന്റെ മുതല് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാ. അതിൽ വിശ്വാസികൾ ഉണ്ടെങ്കിൽ അവർ സ്വർഗത്തിലാപ്പോ. ആ ചളിന്ന് നേരെ പോയത് സ്വർഗത്തിക്കാ. നമ്മളെ നോട്ടത്തിൽ ചളിയിൽ പൂണ്ടെടുക്കുക, ആളെത്തേണ്ടടുത്ത് എത്തിയിട്ടുണ്ടാവും. അതുകൊണ്ട് അവിടെ മുങ്ങി മരിച്ച, അവിടെ ചതഞ്ഞി മരിച്ച, അവിടെ പൂണ്ട് മരിച്ച മുഴുവൻ ആളുകൾക്കും അല്ലാഹു ഷഹാദത്തിന്റെ ഉയർച്ച പ്രദാനം ചെയ്യട്ടെ. മറ്റ് മതസ്ഥരായ സഹോദരന്മാരിൽ നിന്ന് ഇപ്പോഴും നെഞ്ചത്തടിച്ച ആർപ്പും വിളിയും കൂട്ടുന്ന മുഴുവൻ സഹോദര സഹോദരിമാർക്കും അല്ലാഹു മനഃശാന്തിയും ശക്തിയും അവർക്ക് മനസ്സിന് കെട്ടുറപ്പും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. ഇന്നലെ 70 വയസ്സായ ഒരു അമ്മയുടെ സംസാരം കേട്ടു. എനിക്ക് എല്ലാം നഷ്ടപ്പെട്ടു, കുടുംബക്കാര് നഷ്ടപ്പെട്ടു, ഞാൻ രോഗിണിയായിരിക്കെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ വീടും എനിക്ക് നഷ്ടപ്പെട്ടു. ഇനി ഞാനിപ്പോൾ താൽക്കാലികമായ ക്യാമ്പിലാണുള്ളത്. ഇവിടെ നിന്ന് പോയാൽ എവിടെയാണ് ഞാൻ കിടക്കുക? എനിക്ക് വീടില്ല. ഇനി ഒരു വീടുണ്ടാക്കാൻ ഈ പ്രായമുള്ള സമയത്ത് പണിയെടുത്ത് എനിക്ക് കഴിയില്ല. ഇങ്ങനെ ധാരാളം ഉമ്മമാരുണ്ട്. അവരുടെ കണ്ണീരൊപ്പാൻ ഉത്തരവാദിത്തപ്പെട്ട ധനാഢ്യർക്കും ഭരണാധികാരികൾക്കും അല്ലാഹു സൗകര്യം ചെയ്തു കൊടുക്കട്ടെ. നബിയിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. ഹയ്യ അവനാണ്, ഖയ്യൂം അവനാണ്. അവന്റെ ഇഷ്ടം മാത്രമേ നടക്കുള്ളൂ, വേറൊന്നും ഇവിടെ നടക്കൂല. അവന്റെ ഇച്ഛയും തീരുമാനവും ഇഷ്ടവും മാത്രമേ ഇവിടെ നടക്കുള്ളൂ. നമുക്ക് എന്തെങ്കിലുമൊക്കെ ദ്വാ ചെയ്തിട്ടും പ്രവർത്തിച്ചിട്ടും നമ്മുടെ ഐഡിയ ഉപയോഗിച്ചിട്ടും അള്ളാഹു നമുക്ക് അനുവാദം തന്നാൽ അള്ളാഹുവിന്റെ ആ തീരുമാനം അങ്ങനെ നടക്കുന്നല്ലാതെ അതും റബ്ബിന്റെ തീരുമാനത്തിന് നമ്മൾ മാറ്റിയല്ല, ഒരിക്കലല്ല. അതും റബ്ബിന്റെ തീരുമാനമാണ്. ചിലപ്പോ നമ്മൾ എത്ര ശ്രമിച്ചാലും സാധിക്കാതെ നടപ്പിലാവും. അതും റബ്ബിന്റെ തീരുമാനം, എല്ലാം റബ്ബിന്റെ തീരുമാനമാണ്. അതുകൊണ്ട് ഇത് വയനാട്ടിൽ മാത്രമൊന്നല്ല, ഇപ്പൊ നാനാ ഭാഗത്തും കുലുങ്ങുന്നുണ്ട്. അവിടെ കുലുങ്ങി, കോഴിക്കോട് കുലുങ്ങി, വേറെ സ്ഥലത്ത് കുലുങ്ങി, പല സ്ഥലത്തും. ഇതെന്താന്നറിയോ? ഈ ബാങ്ക് കൊടുക്കണതിന് മുമ്പ് മൈക്ക് മുട്ടണ കേട്ടിട്ടില്ലേ? ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് മൈക്ക് മുട്ടണ കേട്ടിട്ടില്ലേ? എന്താണ് അതിനെപ്പോ നടക്കണ? വേറൊന്നുമില്ല. പഴയ കാലത്തെ ചോറിങ്ങനെ വെക്കുമ്പോ ബന്ധുക്കണോ നോക്കാൻ കൊട്ടക്കൈയിൽ ഇറക്കണതിന് മുമ്പ് ആദ്യം ഒന്ന് കുഞ്ഞിക്കൈയിൽ ഇറക്കും, എന്നിട്ടൊന്ന് ഞൊണ്ടി വെക്കും. ഇല്ല, അതുണ്ടാവില്ലേ? അതപ്പോ നടക്കണേ. ഇപ്പൊ കുഞ്ഞിക്കൈയിലാണ്, വൈകാതെ കൊട്ടക്കൈയിൽ വരും.
വൈകാതെ കൊട്ടക്കൈല. ഇത് കുഞ്ഞിക്കൈല. ഇതാ സുൽസിലത്തിൽ ഞാൻ ഇന്നലെ തന്നെ ഓതിയത്, ഇന്നും മനഃപൂർവ്വം ഓതിയതാണ്. അപ്പൊ കുറച്ച് ദിവസമായിട്ട് ഈ സൂറത്തിന്റെ കൂടെ ഞാൻ കൂടുക. ഇതാ അള്ളാഹിനെ കൊണ്ട് ഓദിക്കണാണ്. ഇതാ സുൽസിലത്തിൽ അതവിടെ നടന്നത്. അതിന്റെ മെഗാ സ്വഭാവം വരാണ്ട് മിനിയാണ് അവിടെ നടന്നത്. ഇനി ഭയങ്കരമായിട്ട് വരാൻ എങ്ങനെയെന്ന് നമുക്കറിയണമെങ്കിൽ നമ്മളെങ്ങനെ എങ്ങനെ ഇപ്പൊ ഒന്നായിട്ട് ഒരു മഹലിൽ 3-4 മനുഷ്യന്മാരെ ബാക്കിയുള്ളത്. ഒരു മഹലില് എനിക്ക് അവിടെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അവര് പറയാണ്, ഒരാള് ഉദ്യോഗസ്ഥൻ പറയാണ്, നിങ്ങൾ ഇങ്ങോട്ട് വയലിന് വന്നാൽ നിങ്ങൾ കണ്ടോരെ കൂട്ടത്തിൽ ഞങ്ങൾ 3 ആളുള്ളത്. എത്ര ആളവിടെ ഉണ്ടായിരുന്ന ഞങ്ങള് 2500 ആൾക്കാർക്ക്. മറ്റൊരറിയില്ല, മരിച്ചിരിക്കണോ ജീവിച്ചിരിക്കണോ ഒന്നും അറിയില്ല. കാരണം 500 വീടുകളൊക്കെയാണ് ഒന്നായിട്ട് അടിക്കുവായത്. 1-2 നമ്മൾ ഈ കേൾക്കണ 100-110 അല്ല. അതൊക്കെ ആസ്പത്രി കൊടുത്തിട്ട് എണ്ണിയെടുക്കണ ഔദ്യോഗിക കണക്കാണ് പറഞ്ഞത്. ഇതൊന്നുമല്ല. ഇവിടുന്നൊക്കെ എത്രയോ വിടുവേ. 400 വീടുകളുള്ള സ്ഥലത്ത് ഒരു പൊടി പോലും ഇല്ല എന്ന് പറഞ്ഞാൽ ആ മനുഷ്യന്മാരിൽ കുറച്ച് ആൾക്കാരല്ലേ ക്യാമ്പിലുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ എവിടെയാണ്? ഇത് നമുക്കും ബാധിക്കാം. എല്ലായിടത്തും ഒരുപോലെ ആവില്ല ശിക്ഷ. നമ്മുടെ അടുത്ത് കടലുണ്ട്. നമുക്കിങ്ങനെ തോന്നുമോ കൂടി വന്നാൽ അത് നമ്മൾ ഈ പാലം വിലയൊക്കെ വരുള്ളൂ. ഇന്ന് കടലിൽ ചീറ്റിയാല് കൂടി വന്നാല് കടലിനൊരു ഛർദിക്കലുണ്ട് ഇടക്ക്. കടലൊന്നും ഇങ്ങോട്ട് ഛർദിച്ചാൽ കൂടി വന്നാല് നമ്മൾ ഈ പാലം വരെയൊക്കെ വരുള്ളൂ നമുക്കിങ്ങനെ തോന്നും. അങ്ങനെ ഇവർക്കും തോന്നിയിരുന്നു. എന്നോട് ഇന്നലെ അവിടുന്ന് ഒരാള് പറഞ്ഞെന്താരോ, ഇതിവിടെ ഒരിക്കലും സ്വപ്നേ സങ്കല്പിച്ചതല്ല. കാരണം ഞങ്ങൾക്ക് അവിടെ ഒരു തോടുള്ളത്. ആ തോട്ടിലൂടെ ഇടയ്ക്കൊരു വെള്ളം പോകും. ആ തോട് നിറഞ്ഞിട്ട് പോലും ഈ ഏരിയയിൽ ഇന്ന് വരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല എന്നാണ്. കാരണം അവിടെ പ്രകമ്പന പ്രദേശം എല്ലാ ഏരിയ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ആണ് കൂടുതൽ മരണം നടന്നത്. കാരണം അവിടെ ശരിക്കും ഉരുൾപൊട്ടൽ ഉണ്ടായതല്ല. ഉരുൾപൊട്ടിയ സ്ഥലത്ത് വെള്ളവും മരമൊക്കെ കൂടി അടിഞ്ഞു കൂടിയിട്ട് അതിന്റെ ഉള്ളിൽ പെട്ടിട്ട് മനുഷ്യന്മാര് മരിച്ചുപോയി. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഹയ്യ അല്ല മാത്രമാണ്, മറ്റതൊക്കെ മയ്യത്താണ്. അത് എപ്പോ ഏത് കോലത്തില് എന്നത് മാത്രം തീരുമാനിച്ചാൽ മതി. വയനാട്ടൊക്കെ നോക്കിയിട്ട് നെടുവേർപ്പെട്ടിട്ട് അൽഹംദുലില്ലാ നമുക്ക് ഉണ്ടായിട്ടില്ല എന്ന് പറയരുത്. ഇനി അടുത്തത് നമ്മളാണ്. അടുത്തെന്ന് പറഞ്ഞാൽ നാളെ എന്നുള്ള അർത്ഥത്തിനല്ലേ ഞാൻ പറഞ്ഞു. അതാണ് എല്ലാരും വെടി കൂടുതൊക്കെ എപ്പോഴും എന്തെന്നുള്ളതിൽ മാത്രമേ നമുക്ക് അജ്ഞതയുള്ളൂ. ബാക്കിയുള്ളതൊക്കെ റെഡിയാണ്. കാരണം ഹയ്യ അള്ളയാണ്. പിന്നെ മറ്റൊരൊക്കെ മയ്യത്താവുണ്ട്. അത് ഏത് കോലത്തിൽ എപ്പോ ഏത് കാലത്ത് നമുക്ക് അറിഞ്ഞൂടാ. ഹയ്യ അല്ലാഹു മാത്രമാണ്. ഇവിടെ എല്ലാരെയും മരിപ്പിക്കാനുള്ള അധികാരം അല്ല കൊടുത്തിട്ട് റൂഹിനെ പിടിക്കുന്ന ആളാണ് അസ്രായിൽ. അസ്രായിൽ അലൈഹി ഇസ്ലാം വരെ മരിക്കും. എല്ലാരും മരിപ്പിച്ചിട്ട് ലാസ്റ്റ് അള്ളാഹു തആല അസ്രായിൽ ഇസ്ലാമിനോട് വെച്ചു. ലാസ്റ്റ് ചോദിക്കും, ഇനി ആരാ ബാക്കിയുള്ളത്? ഇനി നിന്റെ സൃഷ്ടിയായ ഞാനും അർഹമുറാഹിമിനായ അയ്യോ മാത്രമാണ്. അപ്പൊ അള്ളാഹ് അറിയും, ഹയ്യ ഞാൻ മാത്രമാണ്, മറ്റൊരൊക്കെ മയ്യത്താണ്. അതുകൊണ്ട് നിങ്ങളും മരിക്കണം. ഫല്യമുത്ത് അസ്രായിൽ, അസ്രായിലാണ് മരിക്കട്ടെ എന്ന് പറയുമ്പോഴോ നരക സ്വർഗത്തിന്റെ ഇടയിൽ അസ്രായിലിനോട് പോയിക്കാൻ പറയും. എന്നിട്ട് അള്ളാഹു പറയും, ജനങ്ങളെ മുഴുവനും മരിപ്പിക്കുന്ന സമയത്ത് മരിക്കുന്ന എന്റെ സൃഷ്ടികൾക്ക് കഠിനമായ വേദന ഉണ്ടായിരുന്നു. വേദന എങ്ങനെയുണ്ട് എന്ന് നിങ്ങളും ഒന്ന് അറിയണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അസ്രായിലിനെ സർവശക്തനായ അള്ളാഹു മരിപ്പിക്കുന്ന സമയത്ത് അസ്രായിൽ ചെറിയ കുട്ടിയെ പോലെ പൊട്ടി പൊട്ടി കരയുന്നതാണ്. അസ്രായിൽ കരയുന്നതാണ്. ആ കരച്ചിൽ കേൾക്കാനെന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ കേട്ടവരൊക്കെ ബോധം കെട്ട് വീഴുന്നതാണ്. നബിയുനാ റസൂലുള്ളാഹി. കാരണം ഹയ്യ അവൻ മാത്രം. മരിക്കണതിന് മുമ്പ് അസ്രായിൽ വേദന ഓർത്തുകൊണ്ട് പൊട്ടിക്കരയുന്നു. അള്ളാന്റെ ആ പ്രസ്താവനയുടെ മുമ്പിൽ വിറക്കാത്ത ആരാ ഉള്ളത്? കാരണം എന്തുകൊണ്ട്? എന്തിനാ അസ്രായിലിനെ മരിപ്പിക്കണേ? ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അൽ ഹയ്യ അസ്രായിൽ അല്ല, അല്ലാഹയാണ്. അൽ ഹയ്യ ഒരാളുമല്ല, അല്ലാഹ്. അൽ ഹയ്യ എന്നത് മറ്റൊരാൾക്ക് കൊടുക്കാൻ അല്ലാഹ് ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഇവിടെ അദമുണ്ടാവാൻ പാടില്ലായിരുന്നു, മൗത്തുണ്ടാവാനും പാടില്ലായിരുന്നു ഒരാൾക്ക്. മുഹമ്മദുർ റസൂലുള്ളാഹി. അള്ളാന്റെ റസൂൽ ഇല്ലാത്തൊരു കാലല്ലേ അന്നും. അള്ളാഹ് ഹയ്യ. അള്ളാന്റെ റസൂൽ പ്രപഞ്ചത്തിൽ, ഭൂമിയിലല്ല, ഭൂമിയിലാകെ 63 കൊല്ലം ഉണ്ടായിട്ടുള്ളൂ. പ്രപഞ്ചത്തിൽ മുസ്തഫ നബിയുടെ റൂഹില്ലാത്ത കാലല്ലേ. നമ്മുടെയൊക്കെ റൂഹ് ശരീരം സൃഷ്ടിക്കപ്പെടുന്നതിന് എത്രയോ കാലം മുമ്പുണ്ടല്ലോ. എന്നാ അതും ഇല്ലാത്തൊരു കാലല്ലേ. അന്നും അള്ളാഹു അധികാരിയാണ്, അവനൊരു കുറവില്ല. പിന്നെ
ഇതൊക്കെ കണ്ട് അള്ളാഹു അവന്റെ ഹിക്മത്തോണ്ട് സൃഷ്ടിച്ചാണ്. നമ്മൾ കുറച്ച് ആൾക്കാരെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി സൃഷ്ടിച്ചു. ഇബാദത്ത് ചെയ്തിട്ടില്ലെങ്കിൽ അള്ളാഹെ കൊളായി എന്നുള്ള അർത്ഥമല്ല പറഞ്ഞത്. നമ്മൾ കുറച്ച് ആൾക്കാർ ഇങ്ങനെ സുജൂദ് ചെയ്തിട്ട് വോട്ട് ചെയ്തിട്ട് അള്ളാഹിനെ വിജയിപ്പിക്കൊന്നുമല്ല. ഇതൊക്കെ അള്ളാഹിന്റെ അധികാരവും തീരുമാനവും തന്ത്രങ്ങളും അവന്റെ രഹസ്യങ്ങളുമാണ്. എല്ലാം കൂടി നമുക്ക് അള്ളാഹ് വിട്ടു തന്നിട്ടില്ല. എന്തിനാ മനുഷ്യനെ സൃഷ്ടിച്ചത്, എന്തിനാ ഇബ്ലീസിനെ സൃഷ്ടിച്ചത്, ഇതിന്റെ രഹസ്യങ്ങൾ മുഴുവനും നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. എന്തുകൊണ്ട് ഒമാ ഊത്തീതു മിനൽ ഇൽമി ഇല്ലാ ഖലീല. പക്ഷേ ജീവിക്കാനുള്ള ഒരു സൗകര്യം അള്ളാഹ് നമുക്ക് തന്നു. കളിക്കാനുള്ള ഒരു സൗകര്യം കളിക്കാർ കൊടുക്കുന്ന പോലെ ഈ കളത്തേക്ക്, ദുനിയാവാകുന്ന കളത്തേക്ക് ഇറങ്ങാനുള്ള ഒരു ചാൻസ് നമുക്ക് തന്നു. ഇത് ദുരുപയോഗപ്പെടുത്തിയാൽ നാളെ പിടികൂടും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഹൈ അള്ളാഹ് മാത്രം, നമ്മളും പോവും, എല്ലാരും പോവും. ആ ചളി പൂണ്ടിട്ടാണോ, ബസിന്റെ അടിപ്പെട്ടിട്ടാണോ, ഇടിമിന്നൽ കൊണ്ടിട്ടാണോ, പാമ്പ് കടിച്ചിട്ടാണോ, വെള്ളത്തിൽ മുങ്ങിയിട്ടാണോ, നെഞ്ഞുവേദന ഇളകിയിട്ടാണോ ഒന്നും നമുക്കറിയില്ല. പോകുന്ന ഉറപ്പാണ്. കാരണം അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അള്ളാഹു നമ്മളെ എപ്പം മരിക്കുകയാണെങ്കിൽ ആ മരണം അള്ളാഹു നന്നാക്കി തെറ്റ. 100 ചില്ലാ മയ്യത്തുകൾ ആസ്പത്രിയിലും മറ്റുമായിട്ട് കിട്ടിയപ്പോ ചില മയ്യത്തുകൾക്ക് തലയില്ല, ചിലത് കാലില്ല, ചിലത് പള്ള പൊട്ടിയിട്ട്. എന്താ അവസ്ഥ അല്ലേ? രാത്രി ചിരിച്ചും കളിച്ചും ഭക്ഷണം കഴിച്ചും ചവച്ചും സംസാരിച്ചും ഉറങ്ങിയ ആളുകൾ പിറ്റേന്ന് തലയില്ലാതെ ആൾക്കാരെ കയ്യിൽ വരിക എന്ന് പറഞ്ഞാൽ അതിന്റെ അവസ്ഥ നീച്ചു നോക്കുകയാണെങ്കിൽ കുറഞ്ഞ സമയം കൊണ്ട് അതൊക്കെ സംഭവിക്കേണ്ടത്. കുറഞ്ഞ സമയം കൊണ്ട്, സമയം മണിക്കൂറൊന്നുമില്ല, മിനിറ്റ് കൊണ്ട്. അള്ളാഹു അവർക്കൊക്കെ സ്വർഗം പ്രദാനം ചെയ്യട്ടെ, ഷഹാദത്ത് പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ.